ഹാലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ദൂത് എന്ന ഈ ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളൊരു സ്വർഗസ്നായ പിതാവിൻ്റെ പ്രാർത്ഥനയിൽ കാഴ്ചവെക്കുന്നത് മാനസാന്തര ജീവിതത്തിലേക്ക് കടന്നു വരാൻ പ്രയാസം അനുഭവിക്കുന്ന എല്ലാ ആത്മാക്കൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഹാലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 17-ാം തിരുവചനം. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഹാലേലൂയ. അപ്പോൾ മുതൽ, എപ്പോൾ മുതലാ? അതിന്റെ പശ്ചാത്തലം നമുക്കറിയാം അല്ലേ? യോഹന്നാൻ ബന്ധനസ്ഥനാണെന്ന് കേട്ടപ്പോഴാണ് യേശു തന്റെ സുവിശേഷ വേല ആരംഭിക്കുന്നത്. യേശു തന്റെ ദൗത്യം ആരംഭിക്കുകയാണ്. ഇപ്പോൾ ഈ നിമിഷം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർ ഏതെങ്കിലും തരത്തിൽ മാനസാന്തര ജീവിതത്തിലേക്ക് വരാൻ ആഗ്രഹിച്ചിട്ട് അവർക്ക് മാനസാന്തര ജീവിതത്തിലേക്ക് കടന്നു വരാൻ പ്രയാസപ്പെടുന്നവർ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തിന്മ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ കഠിനമായിട്ട് ഈ അവസ്ഥയിലിരിക്കുന്ന എല്ലാ മക്കളെയും യേശുവിൻ്റെ നാമത്തിൽ ഈ വചനത്തിൻ്റെ അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനമാവുന്ന യേശുവിൻ്റെ നാമത്തിൽ മാനസാന്തര ജീവിതം നടക്കാൻ പ്രയാസപ്പെടുന്ന എല്ലാ ആത്മാക്കളും യേശുവിൻ്റെ നാമത്തിൽ മാനസാന്തര ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ നിമിഷം മാനസാന്തര ജീവിതത്തിന് വേണ്ടി ആഗ്രഹിച്ചു വ്യക്തിക്കുന്ന എല്ലാ മക്കളും, ഏതെങ്കിലും തരത്തിലുള്ള തിന്മ വിട്ടു ഒഴിയുവാൻ പ്രയാസപ്പെടുന്ന മക്കളുണ്ടെങ്കിൽ ഈ നിമിഷം യേശുവിൻ്റെ നാമത്തിൽ ആജ്ഞാപിക്കുന്നു, ആ തിന്മയുടെ ശക്തികൾ അവരെ വിട്ടൊഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിടുതൽ പ്രാപിച്ച് യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹം പ്രാപിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.